ഇനി ഇന്ദ്രൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ അതിനു മുമ്പ് പാർവതിയുടെ ചിതയെരിയുന്നത് എനിക്ക് കാണണം. അവളെ പട്ടടയിലേക്ക് എടുത്തിട്ടേ ഇന്ദ്രൻ ഇനിയൊരു വിവാഹമുള്ളൂ. ഞങ്ങൾ സന്തോഷത്തിലായി ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വിശ്വസിച്ചു. നേരെ എത്രയായിട്ടും ഇന്ദ്രനെ കാണുന്നില്ലല്ലോ. അവൻ ഇത് എവിടെ പോയതാ? പിറന്നാളായിട്ട് വൈകുന്നേരം കേക്ക് മുറിക്കേണ്ടതാ. നേരത്തെ വരണമെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ശരി മുത്തശ്ശി, ഞാൻ നേരത്തെ വരാമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ ഫോൺ പോലും വിളിച്ചിട്ട് കിട്ടാണ്ടായാലോ? അവൻ എവിടെങ്കിലും മദ്യപിച്ചിരിപ്പുണ്ടായിരിക്കും. ഈയിടെയായി 4 കാലിലാണല്ലോ വരവ്. ബാബാലു, നമുക്ക് കേക്ക് മുറിക്കാം. ആയ്, കേക്ക് കിട്ടുമോ ഇന്ന്? കേക്ക് കഴിക്കാം. അച്ഛാ, ചിറ്റപ്പൻ എപ്പോഴാ വരുന്നേ? അതറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്ത് വേണം? ചിറ്റപ്പൻ വന്നാലല്ലേ കേക്ക് മുറിക്കാൻ പറ്റൂ. കേക്ക് കഴിക്കാൻ നിനക്ക് സമാധാനം വരൂലല്ലേ? സമാധാനം ഇല്ലാത്തതേ ഇവക്കല്ല, ഇവനായിരിക്കും. ദേ, നീ അങ്ങോട്ട് മാറി നിന്നേ. എടാ, മാറി നിക്കാൻ. മോനെ, ഇന്ദ്രൻ എങ്ങനെ വിട്ടാ ശരിയാവില്ല. കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് അവൻ കൈവിട്ട പോക്ക. അതൊന്നും അവസാനിപ്പിക്കണം. കല്യാണം മുടങ്ങിയത് പിന്നെ ഇതുവരെ ഇന്ദ്രന്റെ മനസ്സ് സ്വസ്ഥമായിട്ടില്ല. അവന്റെ ഈ വിഷമം മാറണമെങ്കിൽ ഇന്ദ്രനെ എത്രയും പെട്ടെന്ന് മറ്റൊരു ബന്ധത്തിൽ എത്തിക്കണം. അവന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വേഗം ആ വിവാഹം നടത്തണം. അതേ ഇനി ഒരു മാർഗമുള്ളൂ. വച്ച് താമസിപ്പിക്കാതെ നമുക്ക് ആലോചിക്കാം മുത്തശ്ശി. ആ, അവൻ വന്നല്ലോ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഇതെന്താ ഇവിടെ ഒരുക്കമൊക്കെ? എടാ, നിന്റെ പിറന്നാളിന് വേണ്ടി ഒരുക്കിയതാ ഇതൊക്കെ. ഇന്ദ്രൻ മരിച്ചു, ഇനി എന്ത് പിറന്നാൾ ആഘോഷമാണ് എന്റെ മുത്തശ്ശി? അയ്യോ അയ്യോ അയ്യോ, കേക്ക് പോയി. എന്റെ കേക്ക്. ഇന്ദ്ര, അയ്യോ മോനെ, വേണ്ട. വേണ്ട. ചെയ്യരുത്. ഇന്ദ്ര, മോനെ, ചുമ്മാ വേണ്ടടാ. എന്തായി കാണിക്കുന്നേ? മോനെ, നീ ഇങ്ങനെ സ്വയം നശിക്കരുത്. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കില് ഞങ്ങൾക്ക് നിന്നെ നഷ്ടാവും. എന്തിനാ മോനെ നീ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? പോയവള് പോട്ടെ, അവളെ നിനക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ മുത്തശ്ശി നിനക്ക് കണ്ടെത്തി തരാം.
ഇന്ദ്ര, മുത്തശ്ശി പറയുന്നതാ ശരി. നീ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നിനക്കിവിടെ എന്താ കുറവുള്ളത്? നമ്മൾ വിചാരിച്ച ആ പാർവതിയെക്കാളും മെച്ചപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. നീ സമാധാനായിട്ടിരിക്കുക. നാളെ മുതൽ തന്നെ നമുക്ക് പെണ്ണാലോചിച്ച് തുടങ്ങണം. ആ ഇനി ഇന്ദ്രൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ അതിനു മുമ്പ് പാർവതിയുടെ ചിതയെരിയുന്നത് എനിക്ക് കാണണം. അവളെ പട്ടടയിലേക്ക് എടുത്തിട്ടേ ഇന്ദ്രൻ ഇനിയൊരു വിവാഹമുള്ളൂ. ഇനി എന്താ വേണ്ടേ? ഒരു പേസ്റ്റ്. പേസ്റ്റോ? ദാ. ദാ. ഗിരിട്ടതാ. ഇത് മാത്രമല്ലോ പാറു ചേച്ചിയല്ലോ പഠിച്ചല്ലോ. ശരി. ഡൗണി, നീ അന്ന് നടും തല്ലി വീണിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. നാണക്കേട് കൊണ്ട് പറയായിരുന്നാലേ പിന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഓർമ്മ വേണം. അങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഡോക്ടറല്ലേ മുന്നേ ഇരിക്കുന്നേ, കൊണ്ട് കാണിച്ചാ പോരെ അല്ലേ? എടാ അല്ല പാറു ചേച്ചി, ഈ വേദന മാറ്റാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഡാടാ, ഓപ്പറേഷൻ വരെ ചെയ്യാൻ പഠിച്ച ആളിനാണോടാ നീ കളിയാക്കുന്നത്? ഓ ആയി ശരി. വീട് ഗിരിയേട്ടാ, അവനൊരു തമാശ പറഞ്ഞല്ലേ. ഇത് തമാശയൊന്നുമല്ല, അവൻ കളിയാക്കുന്നതാ. പിന്നെ നിന്റെ കളിയാക്കലൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ആരും ഇങ്ങോട്ട് വാ, വിട്ടിരിക്കും. അയ്യോ, ഞാൻ കളിയാക്കിയൊന്നും അല്ല ഏട്ടാ, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നിനക്ക് ഞാൻ തരാം. ചേടാ, ഒരു സംശയവും ചോദിക്കാനും പാടില്ലേ. അയ്യോ മീനു, ഇന്ന് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാണല്ലോ, ഞാൻ മറക്കുകയും ചെയ്തു. അതിന്റെ കലിയിലായിരിക്കും വരവ്. ഞാനും ഇവളും പ്രണയത്തിലാണ് ഗിരിയണ്ണും പാറു ചേച്ചി അറിഞ്ഞ ഉറപ്പായിട്ടും അച്ഛന്റെ ചെവിയിലെത്താൻ സാധ്യതയുണ്ട്. ദൈവമേ, എന്ത് ചെയ്യും? ഒന്നും മറന്നില്ലല്ലോ. എന്താടാ? ഏയ് ഒന്നുമില്ല.